കേറി നിങ്ങളത്തെ പന്തം കണ്ട പെരിച്ചാനെ പോലെ നോക്കിട്ട് കേറുന്ന്. ആ നിങ്ങളെ മറ്റേ ഗവൺമെന്റ് അയ്യപ്പദാസ് അല്ലേ? കേറി. ഓ പേരും ജാതകം നഷ്ടത്തിലെല്ലാം നോക്കിയിട്ട് കേരും. നിങ്ങൾ കണ്ണൂർ ആദ്യമായിട്ടല്ലേ? നിങ്ങളെ പേടിച്ചിട്ടുള്ള നിപ്പ് കണ്ടപ്പോ തന്നെ മനസ്സിലായി. അതെ ചേട്ടനെന്താ പരിപാടി? എനിക്ക് വർക്ക്ഷോപ്പാ, നല്ല പണിയാന്ന്. ഞാൻ തുറക്കലും ഇല്ല പോക്കും ഇല്ല, അതിന്റെ ആവശ്യം വരുന്നില്ല. അതാ 365 ദിവസം ഹർത്താലല്ലേ. പോലീസുകാർക്ക് നല്ല വർക്കാ. പേടിയുണ്ടെങ്കിൽ ചെറുതായിട്ട്. നിങ്ങളൊന്നുകൊണ്ട് പേടിക്കണ്ട കേട്ടോ, നല്ല സ്ഥലം ഇത്. പിന്നെ ഇടക്കിടക്ക് രണ്ടാളെ കൊല്ലൂ, അങ്ങനെ നിസ്സാര പ്രശ്നങ്ങളേ ഉള്ളൂ. അതിന് നിങ്ങൾക്ക് പേടിയൊന്നുമില്ലല്ലോ. നല്ല സ്ഥല, ജീവിക്കാൻ നല്ല സുഖ. പറഞ്ഞു തീർത്തില്ല, കോലിക്കളി തുടങ്ങിയല്ലോ. നിക്ക് കാര്യമായിട്ട് എന്താ പ്രശ്നം ഉണ്ടല്ലോ. എന്റെ അമ്മ, ഇത് നമ്മളെ ആൾക്കാരല്ലല്ലോ. കുഴപ്പാ ഒരാൾക്കോട് സങ്കടമാണല്ലോ മോനെ. വിക്കളയാ നല്ല സമയട്ടോ നിങ്ങള്. അവരെ കൈമാറ്റം കിട്ടിയിട്ടില്ലേ? ഭ്രാന്തനായി കടിച്ചു പറിച്ച പോലെ ആയിക്കളി. എനിക്കിഷ്ടല്ല അയച്ചുള്ള വല്ലാണ്ട് അടിക്കുമെന്ന്. അയറ്റിലെ കൊണ്ട് വലിയ ശല്യ. കണ്ണൂർ എപ്പം കുഴപ്പമുണ്ടാക്കുന്ന ഇവരെന്നെയാ. ഇനി നമ്മളെ സ്ഥലം ഒന്നും പേടിക്കാനില്ല. കണ്ടാ അതിനൊരു ബോർഡ് കണ്ട. എനിക്ക് പേടിയൊന്നും ആയിട്ടൊന്നും ഇല്ല കേട്ടാ. അത് നിങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ഇല്ലേ ഞാൻ അവിടെ ഒരു കുഴപ്പമാക്കി വരും. നിങ്ങൾ തടി കുറച്ച് കുറക്കണം കേട്ടാ. കംപ്ലീറ്റ് വണ്ടി എടുത്തോട്ടെ വന്നു. അല്ല വേണ്ട, 2 ദിവസം കൊണ്ട് മെലിഞ്ഞോളൂ. അല്ല ഇവിടെ പ്രശ്നമൊന്നുമില്ലേ? ഇവിടെ പ്രശ്ന നമ്മളെ പാർട്ടി ഗ്രാമത്തിലാ. നിങ്ങളെന്നാ പറയുന്നത്? ഇവിടെ പ്രശ്നം ഉണ്ടാക്കണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കണം. ഇതാണ് പാർട്ടി നാട്, ഇതാണ് പാർട്ടി ഓഫീസ്. പന്നിയന്നൂർ മുകുന്ദൻ എന്ന സീമുഖക്കുട്ടിയുടെ നാട്. ഫോട്ടത്തിൽ കാണുന്ന സഖാവിന്റെ മൂത്തവനാ. നടുക്കത്തെ അപ്പുറത്തിലെ രക്തസാക്ഷികളാ. ഓനാൾ ഉഷാറാ, നല്ലോണം പഠിക്കും. വീടില്ല തിരുവനന്തപുരത്താ. വീടിയാണെങ്കിൽ ഓനും രക്തസാക്ഷി ആവുകയും. ഫോണി നോക്കണേ, നമ്മളെ അച്ചാച്ചന്റെ കാലത്ത് ഇല്ല. ഓർക്കേണ്ട വസ്തുത ഇതൊരു കേന്ദ്രവിരുദ്ധ സമരമാണ് എന്നുള്ളതാണ്. അപ്പൊ പറഞ്ഞത് മറക്കണ്ട. പ്രകോപനങ്ങൾ ഉണ്ടാവും, നമ്മളായിട്ട് അബദ്ധം കാട്ടണം. നമ്മളെ പെരുന്തച്ഛനാ ബുദ്ധിജീവി. എഴുന്നേറ്റോളൂ. നല്ല കിണ്ണത്തപ്പാന്ന് എടുക്ക്. സഖാവ് ആലപ്പുഴയിലേടയാ? പുന്നപ്ര. ഓ, ഒരർത്ഥത്തിൽ പുന്നപ്പുറയിൽ നിന്നും കൂത്തുപറമ്പിലേക്കുള്ള യാത്ര അല്ലേ? സഖാവ് AKG സുശീല ടീച്ചറെ കണ്ടെത്തിയ നാട്. പാർട്ടി വളർന്ന അധ്വാനവർഗം സമ്പുഷ്ടമാക്കിയ 2 മണ്ണ്, ആലപ്പുഴയും കണ്ണൂരും. നല്ലത്. സഖാവിനപ്പോൾ കണ്ണൂരൊന്നും അപരിചിതമായിരിക്കില്ലല്ലോ. അതോർക്ക് വരുന്ന വയ്ക്കാൻ മനസ്സിലായി. അപ്പൊ താമസമല്ല എങ്ങനെയാ? സഹകരണ ബാങ്കിലെ സൂണാട്ടന്റെ വീടിന്റെ മുകളിൽ എല്ലാം സെറ്റാക്കിനി. നന്നായി. നാളെയല്ലേ ജോയിൻ ചെയ്യുന്നത്? അപ്പൊ സഖാവിന്റെ നിസ്സീമമായ പ്രവർത്തനം ഞങ്ങൾക്കൊരു മുതൽക്കൂട്ടാവട്ടെ. താക്കോലുപിടി. അപ്പോൾ കുഞ്ഞരത്തൻ മാഷ് പറഞ്ഞാൽ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങളാണ് മൂത്ത സഖാവിൻ്റെ ഭാര്യ. നിങ്ങൾ എങ്ങനെയെങ്കിലും മൂത്ത സഖാവിനെ കാത്തോണം കേട്ടാ. പിന്നെ നിങ്ങളെ ജീവൻ അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കണം. അതിന് വലിയ കാര്യമൊന്നുമില്ലല്ലോ. നമുക്ക് സഖാവിൻ്റെ ജീവനാന്ന് വരുന്നത്. അപ്പം മറക്കണ്ട. അപ്പോൾ അതിലടിച്ചല്ല കയറിക്കോ. ഞാൻ പോവാ. ലാൽസലാം.